ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് ഒരു കിടിലൻ ടോപ്പിക്കാണ്. മുഖം മാത്രം കറുക്കാനുള്ള കാരണം. അത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്തായാലും 30 വയസ്സിന് താഴെയുള്ളവർക്ക് മസ്റ്റായിട്ടും ഇത് വളരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന് മുകളിലുള്ളവർക്കും നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4-5 ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് കറുക്കുന്നത്. അപ്പോൾ മുഖം മാത്രം കറുക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് മുഖം മാത്രമായിട്ട് കറുക്കുന്നുണ്ടോ? 90% ആളുകൾക്കും അറിയാത്ത 5 പ്രധാന കാരണങ്ങളുണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരുപാട് പേർക്ക് ഇത് തന്നെ പറഞ്ഞപ്പോൾ അങ്ങനെ സക്സസ് ആയ കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ മുഖം മാത്രം കറുപ്പായി തോന്നുന്നുണ്ടോ? എത്ര ഫേസ് പാക്ക് ഇട്ടാലും എത്ര ക്രീം ഉപയോഗിച്ചാലും മാറ്റമില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. കാരണം മുഖം മാത്രം കറുക്കുന്നതിന് പിന്നിൽ പലരും ശ്രദ്ധിക്കാത്ത ചില കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിന് ചെയ്യാവുന്ന എളുപ്പ പരിഹാരങ്ങളും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മുടെ ശരീരത്തിലെ, അതായത് സൺ എക്സ്പോസ് ആണ്. നമ്മുടെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെക്കാൾ മുഖമാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം നേരിട്ട് ഏറ്റുവാങ്ങുന്നത്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ കാരണം ചർമ്മത്തിൽ മെലാനിൻ കൂടുതലായി രൂപപ്പെടാം. അതാണ് മുഖം കൂടുതൽ ഇരുണ്ടതായി തോന്നാൻ കാരണമാകുന്നത്. ഇന്നലെയും കൂടി എന്നോട് ചോദിച്ചു, മുഖം പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, കറുത്തതായി തോന്നി പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ടിപ്പ്, രാവിലെ 10 മണിക്ക് ശേഷമേ പുറത്ത് പോകുമ്പോഴുള്ള SPF അല്ലെങ്കിൽ SPF 30 പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ തയ്യാറാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, നോക്കുക കേട്ടോ. അപ്പോൾ എന്താണ്, രാവിലെ 10 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴോ SPF 30 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുക കേട്ടോ. സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ആവശ്യമായാൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും പുരട്ടുക, ഒത്തിരി വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ. അതുപോലെ കാരണം രണ്ടാമത്തതാണ് കേട്ടോ, സൺസ്ക്രീൻ ഉപയോഗിക്കാത്തത് കേട്ടോ. പലരും മോയ്സ്ചറൈസർ ഉപയോഗിക്കും, പക്ഷേ സൺസ്ക്രീൻ ഒഴിവാക്കും. ഇത് ദിവസേന ചെയ്താൽ സൂര്യപ്രകാശം ചർമ്മത്തെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദിവസങ്ങളിൽ മാത്രമല്ല, പകൽ സമയത്ത് വെളിച്ചം ലഭിക്കുന്ന സാഹചര്യങ്ങളിലും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചിലർ പറയും ഞങ്ങൾ പുറത്തു പോകുന്നില്ല, വീട്ടിലല്ലേ എന്ന്. പക്ഷേ അതിൻ്റെ കൂടി ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് കേട്ടോ, അതിൻ്റെ കൂടി ജനൽ കൂടിയുള്ള ഒരുപാട് സൂര്യപ്രകാശം നമ്മൾക്ക് വളരെ എന്താണ് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കും സ്കിന്നൊക്കെ കേട്ടോ. പിന്നെ 3 ശരിയായ സ്കിൻ കെയർ ഇല്ലാത്തതാണ് കേട്ടോ. പൊടി, വിയർപ്പ്, എണ്ണ എന്നിവ മുഖത്ത് അടിഞ്ഞുകൂടുമ്പോൾ മുഖം മങ്ങിയതും ഇരുണ്ടതായും തോന്നാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ മൃദുവായ ഫേസ് വാഷ് ഉപയോഗിച്ച് ദിവസം 2-3 പ്രാവശ്യം മുഖം കഴുകുക. അധികമായി ഉരയ്ക്കുകയോ കടുപ്പമുള്ള സ്ക്രബ് ഉപയോഗിക്കുകയോ ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഈ ഒരു വീഡിയോ ആക്കിയതാണ്. ഇതൊക്കെ കൊണ്ട് മുഖം കറുത്ത് വരും കേട്ടോ. കാരണം നാലാമത്തത്, വെള്ളം കുറച്ച് കുടിക്കുന്നത് കേട്ടോ. വെള്ളം ഒരുപാട് ഇങ്ങനെ കുറച്ച് കുടിക്കാൻ പാടില്ല, ഒരുപാട് വെള്ളം വേണം. ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ ചർമ്മം വരണ്ടതും ക്ഷീണിച്ചതുമായി കാണപ്പെടാതെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ശോഷിച്ചിരുന്നിട്ട് പോയി വെള്ളം കുടിക്കൂ, അത് പെട്ടെന്ന് നമുക്കത് അതിൻ്റെ മാറ്റം കാണാം. ചിലപ്പോൾ അത് മുഖവും മങ്ങിയതായി തോന്നാൻ കാരണമാകും കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ പ്രധാനപ്പെട്ടത്, ആരും പറയില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മുഖം മങ്ങിയതായിട്ട് കാണാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊരു മാറ്റം വരും. അതുപോലെ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങൾ ഈ സാധാരണ കുറയ്ക്കുന്നതും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ, പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റം വരും. അതുപോലെ 5-മത്തത്, ഹോർമോൺ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ചിലരിൽ മാറ്റം വരും. ചിലരിൽ ഹോർമോൺ മാറ്റങ്ങൾ, ചില മരുന്നുകൾ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുഖത്ത് പിഗ്മെൻറ്റേഷൻ വർദ്ധിക്കാം. ഇന്നലെയും കൂടി എന്നോട് ചോദിച്ചു, ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ നന്നായിട്ട് കണ്ടിരുന്നു, പിന്നെ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ കറുത്ത പാടുപോലെയൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അത് അവരുടെ ടെൻഷൻ, ഇതുപോലെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഒക്കെയാണ് കേട്ടോ. അതുപോലെ നിറം മാറ്റം പെട്ടെന്ന് വരികയോ വളരെ കാലമായി തുടരുകയോ ചെയ്യുന്നതെങ്കിൽ
സ്വയം ചികിത്സ ചെയ്യാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക കേട്ടോ. നിങ്ങളെപ്പോഴും ഓർമ്മിക്കണം, മുഖം കറുത്തതായി തോന്നുന്നതിന് എപ്പോഴും ഒരു ക്രീം മാത്രമല്ല പരിഹാരം. യഥാർത്ഥ കാരണം മനസ്സിലാക്കി ശരിയായ പരിചരണം നൽകിയാൽ മാത്രമേ നല്ല മാറ്റം പ്രതീക്ഷിക്കാനാകൂ. മനസ്സിലായില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള ബ്യൂട്ടി ടിപ്പുകൾക്കായി നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബ്യൂട്ടി ടിപ്പുകൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചതാണ്, ഈ മേക്കപ്പ് ഡെയിലി ഇടുന്നവരുണ്ട്, ഞങ്ങൾ ലൈറ്റായിട്ടേ ഇടുന്നു പറഞ്ഞിട്ട്. ആ മേക്കപ്പ് ഇടുന്നത് കൊണ്ടും പിന്നെ അപ്പം നമുക്ക് ബ്രൈറ്റ്നെസ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ മുഖം കറുത്ത് വരും കേട്ടോ, കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ഹോം റെമഡിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന തേന് പലരും ഇങ്ങനെ പറയില്ലേ, അതിലൊക്കെ ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പം തന്നെ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഒരു പാർട്ടി എന്നോട് ചോദിച്ചു, വൈറ്റനിങ് ക്രീം പുരട്ടിയിട്ട് ഇവിടെയൊക്കെ ഒരു വെള്ള പാട പോലെ വന്നു പറഞ്ഞിട്ട്. അപ്പം ഞാനത് ഒഴിവാക്കാൻ പറഞ്ഞു. ഈ വൈറ്റനിങ് ക്രീം ഒരിക്കലും നിങ്ങൾ വാങ്ങി തേക്കരുത്. നിങ്ങൾ പെട്ടെന്ന് വെളുക്കാനേ നോക്കരുത്. സാവകാശം വെളുത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് നിങ്ങൾ ഒഴിവാക്കുക. മനസ്സിലായില്ല? അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലെന്തായാലും അവരെന്തോ ഒരു കെമിക്കൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ 3 പേര് എന്നോട് ചോദിച്ചു കേട്ടോ, വൈറ്റനിങ് ക്രീം എന്തൊക്കെ ടൈപ്പിലാണെന്ന് എനിക്കറിയില്ല. അവർ തേച്ചിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ മുഖമൊക്കെ കറുത്തിരുണ്ടതായിട്ട് വന്നു. അതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടി വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർമ്മിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. വീഡിയോയിൽ കൂടി കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും. വീഡിയോയിൽ കൂടി ഒരാൾ പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ 30 വയസ്സ് 35 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായിട്ടും വീട്ടമ്മമാർ, ആണും പെണ്ണും എല്ലാവരും സുന്ദരന്മാരും ആയിരിക്കുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ സോപ്പ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇതിനും ഉപകാരപ്പെടും കേട്ടോ. ഈ സോപ്പ് സാധാരണ അലോവേറ സോപ്പല്ല. ഇതിൽ ബദാം ഓയിൽ, വെളിച്ചെണ്ണ, വെജിറ്റബിൾ ഓയിൽ, എന്താ പറയുക, അലോവേറ പൾപ്പ്, അതുപോലെ അലോവേറ സോപ്പ് ബേസ്, പിന്നെ ഗ്ലിസറിൻ, റോസ് വാട്ടർ ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ടാന് മാറാൻ സൺസ്ക്രീനും, ഇപ്പം നമുക്ക് സൺസ്ക്രീൻ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാത്തിനും നല്ല ഒരു പരിഹാരമാണ് ഇത്. അതുപോലെ തന്നെ എൻ്റെ ഫേസ് പാക്കും, നിങ്ങൾക്ക് അറിയായിരിക്കും. കണ്ടോ, ഫേസ് പാക്ക് കാണുന്നോന്നും അറിയില്ല. കണ്ടോ, ഇത് ഓറഞ്ച് പപ്പായയുടെ ഫേസ് പാക്കാണ്. ഇത് നിങ്ങൾ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എന്താണ്, ജെല്ല്, അലോവേറ ജെല്ല് ആവശ്യമുള്ളവർ ചോദിക്കുക. ഉണ്ടോ, അലോവേറ ജെല്ല് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇത് ചോദിക്കുക. ഇത് എടുത്തിട്ടേ ഇല്ല, പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഒട്ടുന്ന കേട്ടോ. ഉണ്ടോ, ഇത് ശരിക്കും പ്യുവറായിട്ടുള്ള ഈ സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഈ ജെല്ല് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചർമ്മത്തിന് വേണ്ടിയിട്ട് മുഖം കറക്കാതിരിക്കാനും ഒക്കെ എൻ്റെ ഈ 3 പ്രൊഡക്റ്റ്, ഞാൻ 5 പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ മുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ സോപ്പ്, ഫേസ് പാക്ക്, ഈ അലോവേറ ജെല്ല്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തായാലും വാക്സ് അതിൽ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ പ്യുവറായിട്ടുള്ളതാണ് ഞാൻ അയച്ചു കൊടുക്കുന്ന. കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുള്ളൂ. ചിലപ്പോൾ ബോക്സിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം വേണ്ടവരൊക്കെ ചോദിച്ചു നോക്കൂ. ഞാനുള്ള ഡബ്ബയൊക്കെ തപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. എങ്ങനെയെങ്കിലും ഒത്തിരി പേർക്ക് ഇതൊക്കെ ഗുണം ചെയ്തു. അപ്പോൾ ഈ കറക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. വളരെ റീസണബിൾ റേറ്റാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഞാൻ ഒരു കോംബോ ഇതായിട്ട് എല്ലാം 50 രൂപ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 3 സോപ്പ് 150 രൂപയാണ്. പക്ഷേ ഒരു സോപ്പ് നിങ്ങൾക്ക് 50 രൂപയ്ക്ക് വാങ്ങാം. അതുപോലെ ഫേസ് പാക്ക്, ഹെയർ ഡൈ, ഹെയർ പാക്ക് എല്ലാം നിങ്ങൾക്ക് വാങ്ങാം. അതുപോലെ തന്നെ എൻ്റെ ഒരു വൈറ്റനിങ് സോപ്പുണ്ട്. ഇത് നല്ലൊരു സോപ്പാണ്, വൈറ്റനിങ് സോപ്പ് കേട്ടോ. ഇത് നല്ലൊരു സോപ്പാണ്, ഫെയർ ആവും. പക്ഷേ അലോവേറയുടെ ഗുണമൊന്നുമില്ല, ഈ നല്ല മണവും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇത് വാങ്ങിക്കാം.
ഇത് ഫെയർ ആകുന്നത് കെമിക്കലൊന്നുമല്ല, ജാസ്മിൻ ആഡ് ചെയ്തിട്ടുള്ള ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലും കെമിക്കലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മുഖത്തിന് വേണ്ടിയിട്ട് ഈ 5 പ്രോഡക്റ്റ് വാങ്ങിച്ച് നോക്കുക. എല്ലാം യൂസ്ഫുൾ ആകും. എല്ലാം 50 വെച്ചിട്ടാണ്. അതുപോലെ തന്നെ 50 രൂപയാണ് കൊറിയർ ചാർജ്. അതായത് 3 സോപ്പും ഈ ഹെയർ പാക്ക്, ഹെയർ ഡൈ എല്ലാം വാങ്ങുന്നവർക്കും ഈ 50 രൂപയോ കൊറിയർ ചാർജ് ഉള്ളൂ. ഈ 3 സോപ്പിന് മുകളിൽ വരുമ്പോഴാണ് കുറച്ച് ചാർജ് കൂടുന്നത്. അപ്പോൾ ഈ കറക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെയാണ് മുഖം കറക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഞാൻ പറഞ്ഞില്ലേ, സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ ബൈ.